നമസ്കാരം, സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. വീട്ടമ്മയുടെ ആ ഒറ്റ മറുപടി തട്ടിപ്പ് സംഘം ഫോൺ കട്ട് ചെയ്ത് പോയി. അയച്ച മെസ്സേജുകളും ഡിലീറ്റ് ചെയ്തു. ഓൺലൈൻ വഴി പോലീസ് ചമഞ്ഞ് 5 കോടി തട്ടാൻ ശ്രമിച്ചവരെ മനോധൈര്യത്തോടെ തുരത്തി വീട്ടമ്മ. 15 മണിക്കൂറിലധികമാണ് കേശവദാസപുരം സ്വദേശിയായ ജാൻസി മാമനെ തട്ടിപ്പ് സംഘം ഓൺലൈൻ വഴി കുടുക്കി മാനസികമായി പീഡിപ്പിച്ചത്. ജാൻസിയുടെ ആധാർ കാർഡ് ഉപയോഗിച്ചെടുത്തിരിക്കുന്ന അക്കൗണ്ട് വഴി കോടികളുടെ കള്ളപ്പണം ഒഴുകിയിരിക്കുന്നുവെന്നാരോപിച്ചാണ് മുംബൈ പോലീസ് എന്ന വ്യാജേന ഒരു കോൾ എത്തുന്നത്. വീഡിയോ കോളിലെത്താൻ ആവശ്യപ്പെട്ടു. കോളിലെത്തിയപ്പോൾ മുംബൈ പോലീസിന്റെ വേഷം ധരിച്ച ഒരാൾ നിങ്ങൾ അറസ്റ്റിലാണെന്ന് അറിയിച്ചു. വിശ്വാസം വരാൻ തട്ടിപ്പ് സംഘം ജാൻസിയുടെ ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ട് വഴി പോയ പണത്തിന്റെ കണക്കുമെല്ലാം അയച്ചു നൽകി. പിന്നീട് കേസിൽ നിന്നും രക്ഷിക്കാൻ 5 കോടി ആവശ്യപ്പെട്ട് മാനസിക പീഡനമായിരുന്നു. പോലീസ് കേസെടുത്തതിന്റെ തെളിവടക്കം അയച്ചു നൽകി. ഈ മണിക്കൂറുകളിൽ തകർന്നുപോയ ജാൻസി പിന്നീട് ധൈര്യം സംഭരിച്ചു. ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ പറഞ്ഞു നൽകിയില്ല. ഒടുവിൽ പണം കണ്ടെത്താൻ അല്പസമയം തട്ടിപ്പ് സംഘം അനുവദിച്ചു. ഇതിനിടെ ജാൻസി സുഹൃത്തുക്കളെ വിളിച്ച് കാര്യം പറഞ്ഞു. തട്ടിപ്പാകാൻ സാധ്യതയുണ്ടെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. ഇതിനു പിന്നാലെ കേരള പോലീസിന് കേസ് നൽകിയെന്ന് പറഞ്ഞ് ജാൻസി തട്ടിപ്പ് സംഘത്തിനെതിരെ ആഞ്ഞടിച്ചു. അപ്പോഴും തട്ടിപ്പ് സംഘം വിട്ടില്ല. നാഷണൽ സീക്രട്ട് ആക്ട് എന്ന് തട്ടിപ്പുകാർ പറഞ്ഞപ്പോൾ ആർമി ഉദ്യോഗസ്ഥനും പോലീസിനും അറിയാത്ത എന്ത് സീക്രട്ടാണ് ഇന്ത്യക്കുള്ളതെന്ന് തിരികെ ചോദിച്ചു. ഇതോടെ അവർ ഫോൺ കട്ട് ചെയ്ത് പോയി. അയച്ച മെസ്സേജുകളെല്ലാം ഡിലീറ്റ് ചെയ്തുവെന്നും ജാൻസി പറയുന്നു. നിങ്ങൾക്ക് വന്ന പാഴ്സലിൽ മയക്കുമരുന്നുണ്ട്, ബാങ്ക് അക്കൗണ്ടിൽ കള്ളപ്പണം വന്നിരിക്കുന്നു എന്നിങ്ങനെ തട്ടിപ്പ് സംഘം വെർച്വൽ അറസ്റ്റ് ചെയ്ത് കോടികൾ നഷ്ടമായവർ കേരളത്തിലുണ്ട്. ഇത്തരം തട്ടിപ്പുകാരെ കരുതിയിരിക്കുക എന്നതും ഉടനെ പോലീസിനെ അറിയിക്കുക എന്നതും മാത്രമാണ് രക്ഷപ്പെടാനുള്ള ഏക മാർഗം.